ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ ആലോചന എന്നുള്ളത് നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂർ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി തങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ പേർഷ്യൻ രാജധാനിയിലെ പാനപാത്രവാഹകനായ ഒരു ഉന്നതമേറിയ ജോലിയിൽ ആയിരിക്കുന്ന നെഹമ്യാവിനെയാണ് അവിടെ കാണേണ്ടത്. രാജാവുമായി നിരന്തരം സംസർഗമുള്ള, രാജകൊട്ടാരത്തിനകത്ത് സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന, യെരൂശലേമിൽ നിന്ന് വളരെ ദൂരെ അങ്ങനെ ഒരു നെഹമ്യാവിന് യെരൂശലേമിനെ കുറിച്ചോ അവിടുത്തെ ആരാധനയെക്കുറിച്ചോ ഒന്നും ദുഃഖിക്കേണ്ട ആവശ്യകതയില്ല. എന്നാൽ യെരൂശലേമിൽ നിന്ന് പേർഷ്യൻ രാജധാനിയിലേക്ക് വന്ന ആളുകളിൽ നിന്ന് യെരൂശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് അവരിൽ നിന്ന് കേട്ട വർത്തമാനം, ആലയത്തിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്നുള്ള വർത്തമാനം, ഇത് പ്രവാസത്തിൽ നിന്ന് അവിടെ ചെന്ന ജനത്തിന് അപമാനവും മഹാകഷ്ടവും എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സുഖത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും പേർഷ്യൻ രാജധാനിയിൽ ഇരിക്കുന്ന ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഴമേറിയൊരു ദുഃഖം ഉളവായി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇരുന്ന് കരയുകയാണ്, ഉപവസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ആ വിഷയം സ്വന്തം വിഷയമായി ഏറ്റെടുക്കുക. അങ്ങനെ സ്വന്തം വിഷയമായി ഏറ്റെടുത്ത ആ വിഷയം ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അതിനൊരു പരിഹാരത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവം നെഹമ്യാവിനോട് കൂടെ ഇരുന്ന് എതിർപ്പുകളെ നേരിടുവാൻ സഹായിച്ച് യെരൂശലേമിൻ്റെ മതിലിനെ പണിത് അതിൻ്റെ വാതിലുകളെ പണിത് പ്രൈസ് ദി ലോർഡ് 52 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് അത് ജാതികൾക്ക് ഭയമുണ്ടാക്കി. ഇത് അവരുടെ ദൈവത്താൽ സഹായിച്ചു എന്ന് പറയുന്നൊരു സാക്ഷ്യം കേൾപ്പിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ചരിത്രത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ധ്യാനചിന്തയിലേക്ക് എടുക്കുവാൻ ആഗ്രഹിച്ചത്. ദൈവമക്കളെ, ഹല്ലേലൂയ, പരപ്രേരണ കൊണ്ടും മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പലപ്പോഴും കാണാറുണ്ട്. അവർ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വരുമ്പോൾ പിന്മാറിപ്പോകും. എന്നാൽ ഹല്ലേലൂയ, ഇതെൻ്റെ വിഷയമാണ് എന്ന് ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചോളം പ്രൈസ് ദി ലോർഡ്, അവൻ്റെ മുമ്പിൽ വരുന്ന സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും നേരിടുവാൻ ഹല്ലേലൂയ അവൻ തയ്യാറാകുന്നു. ദൈവം അവനെ സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒന്നാമത്തെ എൻ്റെ ചിന്ത എന്നുള്ളത് ഹല്ലേലൂയ ഒരു വിഷയം അല്ലെ ദൈവികമായ
ആത്മീകമായ വിഷയങ്ങൾ ഹല്ലേലൂയ അത് കേൾക്കുമ്പോൾ കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, സ്തോത്രം, അതിനുവേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു മനോഭാവമുണ്ടാകുന്നത് പ്രൈസ് ദി ലോർഡ് ആരംഭത്തിൽ നെഹമ്യാവിൽ കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ഒരു കരച്ചിൽ, പ്രൈസ് ദി ലോർഡ്, അത് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു കർത്തൃഭൃത്യനുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടെ ഇതിനോട് ചേർത്ത് ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നു. ഒരു യുദ്ധം തുടങ്ങിയിടുക, പ്രൈസ് ദി ലോർഡ്, ദൈവം ആളുകളെ കൊണ്ടുവന്ന് ആ യുദ്ധം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അത് കണ്ടിന്യൂ ചെയ്യിപ്പിച്ചുകൊള്ളും. നീ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയട്ടെ ദൈവമക്കൾ, ഈ വാക്യത്തോട് ചേർത്ത്, സ്വയം കരയുമ്പോൾ, സ്വയം ഉപവസിക്കുമ്പോൾ, ഒരു ആത്മീയ വിഷയത്തിനു വേണ്ടി ഒരു ഹൃദയത്തകർച്ചയുണ്ടാകുമ്പോൾ ദൈവം കൂടെ നിൽക്കുവാനും തുടരുവാനും ആളുകളെ ഒപ്പം തരുമെന്നും ഈ വചനത്തിലൂടെ ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായി സ്തോത്രം, എനിക്ക് പറയുവാൻ ഈ ചിന്തയോടുള്ളത്, സ്തോത്രം, പൂർത്തീകരിപ്പിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ്. സ്തോത്രം, അത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ഒരു തകർച്ചയും ഭാരവുമായി ഹല്ലേലൂയ ദൈവിക വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് പൂർത്തീകരിപ്പിക്കുന്നവന്, നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച് അതിനൊരു പൂർത്തീകരണം വരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമുക്ക് സെക്കരിയ, ഹല്ലേലൂയ, സ്തോത്രം, സെരുബാബേലിൻ്റെ ജീവിതത്തിലും കാണുവാനിടയായി തന്നത്. സെരുബാബേൽ യോശുവയും യെരൂശലേമിൻ്റെ സ്തോത്രം പണിക്ക് വേണ്ടി, ഹല്ലേലൂയ, കോരശിൻ്റെ വിളംബരത്തിന്, ഹല്ലേലൂയ, സ്തോത്രം, ആ ചുവട് വെച്ച് സ്തോത്രം മുൻപോട്ട് വരുമ്പോൾ പണി തടയപ്പെടുന്നു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ഹഗായിയും സെക്കരിയാവും ചേർന്ന് അവരെ ധൈര്യപ്പെടുത്തുമ്പോൾ, ജനത്തെ ധൈര്യപ്പെടുത്തുമ്പോൾ, അവിടെ എനിക്ക് വളരെ ചിന്തനീയമായൊരു വാക്ക്, ഹല്ലേലൂയ, ഇങ്ങനെയാണ് സ്തോത്രം, നിന്നെ കൊണ്ട് തന്നെ സെരുബാബേലെ, നിന്നെ കൊണ്ട് തന്നെ പണി പൂർത്തീകരിക്കും. എനിക്ക് വളരെ ചിന്തനീയമായൊരു വാക്ക് അതിനോട് ചേർന്നുണ്ട്. 16 വർഷമായി പണി മുടങ്ങിക്കടന്നിട്ടും പ്രവാചകൻ പറയുകയാ, നിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട ഞാൻ കാണുന്നു എന്ന്. എൻ്റെ അർത്ഥം ഞാൻ പറയട്ടെ, പണി നടക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടും, ഹല്ലേലൂയ, സ്തോത്രം, ആ പണിയെ വിടാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇറങ്ങിത്തിരിച്ചു ഒരു പണിക്ക് വേണ്ടി, യെരൂശലേമിന്റെ ദേവാലയ പണിക്ക്, കോരശിന്റെ വിളംബരം കേട്ട് ഇറങ്ങിത്തിരിച്ചതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ അനേക പ്രതിസന്ധികൾ വന്നു, അടിസ്ഥാനമിട്ടു, പക്ഷെ പണിയാൻ കഴിയാതെ ഇരുന്നപ്പോഴും, തനക്ക് നിസ്സഹായാവസ്ഥയൊക്കെ ഉണ്ടപ്പോഴും, അപ്പോഴും പണിയായുധം കയ്യിൽ നിന്ന് കളയാത്ത, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സെരുബാബേലിൽ നിന്നൊക്കെ പ്രവാചകൻ പറയുക, നിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട ഞാൻ കാണുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, നീ ഇറങ്ങിത്തിരിച്ചത് വെറുതെ ആകത്തില്ല, നീ തുടക്കമിട്ടത് വെറുതെ ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പിക്കുന്ന ഒരു ദൈവം, അത് സാക്ഷ്യമാക്കി മാറ്റുന്ന ഒരു ദൈവം. ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ തുടക്കമിട്ട് കാണും. ഹല്ലേലൂയ, ജീവിതത്തിൽ ഇതിനെയും പൂർത്തീകരിക്കാൻ കഴിയുകയില്ല, ഇത് നടക്കുകയില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ ചേർത്ത് പിടിച്ച് ഞാൻ പറയട്ടെ, നെഹമ്യാവിനെയും സെക്കരിയാവിനെയും നമ്മുടെ അരുമനാഥനായ കർത്താവ് ഭൂമിയിലേക്ക് ഒരു രക്ഷാദൗത്യമായി ഇറങ്ങി വന്നിട്ട് തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ അത് പൂർത്തീകരിച്ചു. പ്രൈസ് കാൽവറിയിലെ രക്ഷാദൗത്യം കർത്താവ് പൂർത്തീകരിച്ചു. ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ടത്
പൂർത്തീകരിപ്പിക്കും. സമയം കൊണ്ട് അത് മാറിപ്പോകുകയില്ല. നീ എന്ത് കാണുവാനാണോ, എന്ത് ആഗ്രഹിച്ചാണോ ഇറങ്ങിത്തിരിച്ചത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പിച്ച് ഹല്ലേലൂയ നല്ലതിലേക്ക് നിന്നെ കൊണ്ടുവന്ന് സന്തോഷിപ്പിച്ച് സാക്ഷ്യമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം നമുക്ക് വിട്ടുകൊടുക്കാം. അത് ജീവിതത്തിൻ്റെ ഏത് ഭാഗവുമാകട്ടെ. ഹല്ലേലൂയ, നീ തുടക്കമിട്ടുവെങ്കിൽ നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പിക്കുവാൻ കർത്താവ് കൂടെ ഇരുന്ന് സഹായിക്കുമെന്ന് ഈ വചനം വെച്ച് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, നിത്യനായ കർത്താവേ, ഇന്ന് പകൽക്കാലത്തിനായി സ്തോത്രം. അതേ കർത്താവ് ഇറങ്ങിത്തിരിച്ചു. ഇടയ്ക്ക് വെച്ച് ഹല്ലേലൂയ പൂർത്തീകരിക്കാൻ കഴിയാതെ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ മനസ്സ് തളർന്ന ഒത്തിരി ആളുകൾ എൻ്റെ മുമ്പിൽ ഈ വചനം കേൾക്കുന്നവരായിട്ടുണ്ട്. അതേ കർത്താവേ സ്തോത്രം. ഇതിൻ്റെ അപ്പുറം എന്ത് നടക്കുമോ, സാധിക്കുമോ? ഹല്ലേലൂയ, തുടക്കമിട്ടു. ഹല്ലേലൂയ. എന്നാൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, സഹായമില്ലായ്മ വരുമ്പോൾ, ഹല്ലേലൂയ മുൻപോട്ടൊന്നും കാണാതെ വരുമ്പോൾ കൂടെ നിൽക്കുന്നവർ പോലും ഹല്ലേലൂയ സ്തോത്രം ഒരുപക്ഷെങ്കിൽ ഹല്ലേലൂയ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വിഷമിപ്പിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവമേ സെഖരിയാവിലൂടെ, നെഹമ്യാവിലൂടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സെരുബ്ബാബേലിലൂടെ, നെഹമ്യാവിലൂടെ സ്തോത്രം, അതേ അരിമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒക്കെ പൂർത്തീകരിപ്പിക്കുമെന്ന് ഈ വചനത്തിലൂടെ ഉറപ്പിച്ചുകൊണ്ട് സ്തോത്രം കർത്താവേ, അത് സാക്ഷ്യങ്ങളാക്കി ജനത്തിനെ കേൾപ്പിക്കുവാൻ അങ്ങേക്ക് കരുണയുള്ളത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഈ വചനങ്ങൾ ആ മേഖലകളിൽ പ്രവചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.